രീതിക്ക് വെച്ചാണ് ഞാൻ വെയിറ്റ് കൂട്ടിയത്. അറൗണ്ട് 55 kg ഞാൻ വെയിറ്റ് കൂട്ടിയത്. ഒരു പേഴ്സണൽ ട്രെയിനിങ് ആവശ്യമാണോ അല്ലയോ എന്നാണ് നല്ലൊരു ബോഡി ബിൽഡ് ചെയ്യാനായിട്ട്. ഒന്നാമത്തെ കേസ് ലാംഗ്വേജിന്റെ ഇഷ്യൂ. സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എനിക്കൊരു പേഴ്സണൽ ട്രെയിനർ ഇല്ലായിരുന്നു. അതുകൊണ്ട് 40 to 43 കിലോ ഉണ്ടായിരുന്നുള്ളൂ. സോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. യെസ് ഗൈസ്, നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. വീഡിയോയുടെ ഉള്ളടക്കം അല്ലെങ്കിൽ സമ്മറി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് യൂട്യൂബിൽ ഒരു കമൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ആൾക്കൊരു സംശയം, അപ്പോൾ നമ്മുടെ സംശയം നമ്മുടെ എക്സ്പീരിയൻസ് ത്രൂ കുറച്ചെങ്കിലും ഒന്ന് തീർത്തു കൊടുക്കാൻ പറ്റുമെന്ന് നോക്കാനാണ് വന്നിരിക്കുന്നത്. കംപ്ലീറ്റ്ലി ബിഗിനർ ഫ്രണ്ട്ലി ആയിരിക്കാം ആൻഡ് കുറച്ചൊരു ഇൻ്റർമീഡിയറ്റ് ലെവലിലാണ് ഞാൻ പറയുന്നത്. സോ എനിക്ക് കിട്ടിയ കമൻറ്റ് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ബ്രോ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ പേഴ്സണൽ ട്രെയിനർ ഉണ്ടായിരുന്നു ആൻഡ് ഡയറ്റ് ആൻഡ് റിക്കവറി എങ്ങനെയായിരുന്നു, ആൻഡ് ആളിപ്പോൾ വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് 1 year ആയി, ബട്ട് ആളുടെ ന്യൂട്രീഷൻ പ്രോപ്പർ അല്ലായിരുന്നു. അപ്പോൾ ആളുടെ ന്യൂട്രീഷൻ ഇപ്പോൾ പ്രോപ്പറാണ്, ബട്ട് പെട്ടെന്നൊരു പ്രോട്ടീൻ ഇൻടേക്ക് കുറച്ച് കൂട്ടിയപ്പോഴത്തേനും ഡൈജഷൻ ഇഷ്യൂസ് ഒക്കെ വരുന്നുണ്ട്. സോ അങ്ങനെയുള്ള റിലേറ്റ് ചെയ്തിട്ട് കാര്യമാണ് ആൾ ചോദിച്ചിട്ട്. ഇതിൻ്റെ കോർ പോയിന്റ് എന്ന് പറയുമ്പോഴത്തേനും എൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു എന്നാണ് പുള്ളിക്ക് അറിയേണ്ടത്. ഓക്കെ, ഞാൻ പറയാം. അപ്പോൾ ഇതിലെ മെയിൻ കോർ പോയിന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആൾ ചോദിച്ചിരിക്കുന്ന ഒരു പേഴ്സണൽ ട്രെയിനിങ് ആവശ്യമാണോ അല്ലയോ എന്നാണ് ഒരു നല്ലൊരു ബോഡി ബിൽഡ് ചെയ്യാനായിട്ട്. സോ ഞാൻ പറയുന്നത്, നമുക്കൊരു പേഴ്സണൽ ട്രെയിനറിൻ്റെ ആവശ്യമില്ല നല്ലൊരു ബോഡി ബിൽഡ് ചെയ്യാനായിട്ട്. നമുക്ക് നല്ലൊരു ബോഡി ബിൽഡ് ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടത് പ്രോപ്പർ മൈൻഡ് സെറ്റും പ്രോപ്പർ ന്യൂട്രീഷനുമാണ്. ഒരുപാട് വർക്കൗട്ട് പോലും നമുക്ക് പലപ്പോഴും ആവശ്യമില്ല. ഞാനിതൊരു ബോഡി ബിൽഡിങ്ങിൻ്റെ കോൺസെപ്റ്റിലല്ല പറയുന്നത്, അതിലൂടെ നമുക്ക് പോകാം. ബട്ട് എന്താ പറയുക, ഒരു ലീൻ ആയിട്ടിരിക്കുന്ന ഒരാൾക്ക് കുറച്ചുകൂടി മസിൽ മാസ് കൂടണം, അത്യാവശ്യം വണ്ണമുള്ള ഒരാൾക്ക് ആളുടെ വെയിറ്റ് കുറച്ച് നല്ലൊരു ഫിസിക് അച്ചീവ് ചെയ്യണം. സോ ഇങ്ങനെയുള്ളവരുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂലും ആൻഡ് ബിഗിനർ ആയിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. സോ ഇൻ മൈ പോയിന്റ് ഓഫ് വ്യൂ, ഞാൻ വർക്കൗട്ട് ചെയ്ത സമയത്ത് അല്ലെങ്കിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എനിക്കൊരു പേഴ്സണൽ ട്രെയിനർ ഇല്ലായിരുന്നു. സോ ഞാൻ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തത് അറൗണ്ട് 2023 ജൂൺ ജൂലൈ ടൈമിലായിരുന്നു. സോ ആ സമയത്ത് ഞാൻ ബാംഗ്ലൂരായിരുന്നു. അപ്പോൾ എനിക്ക് അവിടെ എന്താ പറയുക, ഒന്നാമത്തെ കേസ് ലാംഗ്വേജിൻ്റെ ഇഷ്യൂ, അതൊരു ഇതുണ്ടായിരുന്നു. സോ ആൻഡ് എന്താ പറയുക, എനിക്കൊരു പേഴ്സണൽ ട്രെയിനർ ഇല്ലായിരുന്നു. ഞാൻ എന്താ പറയുക, യൂട്യൂബിലും ആൻഡ് ഇൻസ്റ്റാഗ്രാമിലും കാണുന്ന ഓരോരോ വർക്കൗട്ടുകൾ ചെയ്യുന്നു. അതിലും ഞാൻ മണ്ടത്തരം കാണിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ ചെസ്റ്റിൻ്റെ വീഡിയോ പറയുന്നുണ്ട്. ഞാൻ ചെസ്റ്റിനൊക്കെ 8 വർക്കൗട്ട് ചെയ്യുമായിരുന്നു എന്നുള്ള കാര്യം. നമുക്കൊരു ജനറൽ ട്രെയിനർ ഉണ്ടായിരിക്കും എല്ലാ ജിമ്മിലും. നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ ആ സർവീസ് നമുക്ക് ഫ്രീ ആയിരിക്കും എല്ലാ ജിമ്മിലും, മെജോറിറ്റി ജിമ്മിലും. അവരുടെ അടുത്ത് പോയി ചോദിക്കുക, സജഷൻ നമുക്ക് ചോദിക്കാം, ഞാൻ എന്ത് ഫുഡാണ് കഴിക്കേണ്ടത്, ഞാൻ എൻ്റെ വർക്കൗട്ട് സ്പ്ലിറ്റ് ഏതാണ് ഞാൻ ചൂസ് ചെയ്യേണ്ടത്, ഞാൻ എത്ര വർക്കൗട്ട് ചെയ്യണം, എൻ്റെ റിക്കവറി എങ്ങനെയാണ്, ഏതൊക്കെ ഫുഡ് കഴിച്ചാൽ എനിക്ക് കുറച്ചുകൂടി ന്യൂട്രിയൻസ് കുറച്ചുകൂടി കൂടുതൽ കിട്ടാൻ സാധ്യതയുണ്ടാവും. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊരു അഡ്വൈസ് ചോദിക്കാം. അതിനൊരു പേഴ്സണൽ ട്രെയിനിങ് അല്ലെങ്കിൽ ഒരു പേഴ്സണൽ കോച്ച് നമുക്ക് ഫുൾ ടൈം ഉണ്ടായിരിക്കണം, നിർബന്ധം പിടിക്കേണ്ട ആവശ്യമില്ല. സോ അത് ഡിപ്പെൻഡൻ്റ് ആണ്. അതായത് നമ്മളൊരു ബോഡി ബിൽഡിങ് കോമ്പറ്റീഷനൊക്കെ നോക്കുന്ന ഒരാളാണെങ്കിൽ നമുക്ക് കുറേ ലിമിറ്റേഷൻസ് ഉണ്ടായിരിക്കും. സോ കുറേ കാര്യങ്ങൾക്ക് ഈ പീക്ക് പ്രോട്ടോക്കോൾ ഓരോ വീക്കിലും അറൗണ്ട് ഒരു 20 week പ്ലസ് നമുക്കൊരു പ്രോപ്പർ പ്രെപ്പ് സീരീസ്, അതായത് പ്രെപ്പിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടി വരും. സോ ആ 20 വീക്കിലും ഓരോരോ മെത്തേഡ്സിലേക്ക് നമ്മൾ പോകുന്നത്. സോ അതൊരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടൊരു കോച്ച് ഇല്ലാണ്ട് നമുക്ക് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. ഒരുപാട് ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണെങ്കിൽ ഐഡിയ ഉണ്ടായിരിക്കാം, ബട്ട് ആസ് എ ബിഗിനർ എന്നുള്ള പലർക്കും അതൊരു ബുദ്ധിമുട്ടായിരിക്കും. ആ സമയത്ത് നമുക്കൊരു കോച്ചിനെ ഹയർ ചെയ്യുന്ന നല്ലതായിരിക്കും. അതല്ലാണ്ട് നമുക്കൊരു ബോഡി ബിൽഡ് ചെയ്യണം അല്ലെങ്കിൽ അത്യാവശ്യം വെയിറ്റ് ലോസ് ചെയ്യണമെങ്കിൽ നമുക്ക് അത്യാവശ്യം നമുക്ക് ചെയ്യാൻ പറ്റും. അതിൻ്റെ അഡ്വൈസസ് എങ്ങനെയാണെന്ന് നമുക്ക് ജിമ്മിലെ ജനറൽ ട്രെയിനിങ്ങിനോട് ചോദിച്ചിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. സോ അതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ആ ഒരു മിത്ത് മാറ്റി വയ്ക്കാം. ഒരു കോച്ച് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു ബോഡി ബിൽഡ് ചെയ്യാൻ പറ്റൂ എന്നുള്ളൊരു മിത്ത് മാറ്റി വയ്ക്കാം. കംപ്ലീറ്റ്ലി ഞാൻ 43 കിലോ, ആ സമയത്ത് അറൗണ്ട് 40 to 43 കിലോ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ ബാംഗ്ലൂരിലുള്ള സമയത്ത്. അവിടെ നിന്ന് എന്താ പറയുക, നമുക്ക് എല്ലാവർക്കും അത്യാവശ്യം ഒരു കോമൺ സെൻസ് ഒക്കെ ഉണ്ടാവും. സോ ആ രീതിക്ക് വെച്ചാണ് ഞാൻ വെയിറ്റ് കൂട്ടിയത്. അറൗണ്ട് 55 kg ഞാൻ വെയിറ്റ് കൂട്ടിയത്. അതിലൊരു ഡേറ്റ് ബിൽഡിംഗ് എന്നുള്ള രീതിയിൽ ഞാൻ വളരെ റെയർ ആയിട്ടാണ് കഴിച്ചിട്ടുള്ളത്. സോ എനിക്ക് അവിടെ നല്ല ഫുഡ് ഉണ്ടായിരുന്നു. എനിക്ക് പിസ്ത ഉണ്ടായിരുന്നു, ബദാം ഉണ്ടായിരുന്നു, അവക്കാഡോ ഉണ്ടായിരുന്നു, മിൽക്ക് ഉണ്ടായിരുന്നു, ആൻഡ് ചിക്കൻ ഉണ്ടായിരുന്നു, ഫിഷ് ഉണ്ടായിരുന്നു. സോ ഞാൻ ഹോട്ടലിൽ ഷെഫായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. സോ ആ സമയത്ത് എൻ്റെ ന്യൂട്രീഷൻ പ്രോപ്പർ ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് ഒരുപാട് വണ്ണം വെച്ചിട്ടില്ല. സോ സ്കിന്നി ഫാറ്റ് ഒബ്വിയസ്ലി ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. നമ്മൾ ആ സമയത്തേക്ക് മെഷർ ചെയ്ത് കഴിക്കാനൊന്നും പറ്റിയിട്ടില്ല. എൻ്റെ ന്യൂട്രീഷൻ പറ്റിയായിരുന്നു, ബട്ട് ഞാൻ എത്രത്തോളം കഴിക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. സോ എൻ്റെ വർക്കൗട്ടും അതുപോലത്തെ അവിടുത്തെ വർക്കും എൻ്റെ സ്റ്റെപ്പ് കൗണ്ടൊക്കെ കൂടുതലായതുകൊണ്ട് അത് ബേണായി ബാലൻസ് ആയി പോകുന്നുണ്ടായിരുന്നു. സോ നമ്മൾ പറയുന്നത് നമ്മൾ ന്യൂട്രീഷൻ പക്കയൊക്കെ നോക്കുക. അതായത് ആൾക്കാർക്ക് ഡൗട്ടായിരിക്കാം, മേ ബി എന്ത് വർക്കൗട്ട് ചെയ്യണം അല്ലെങ്കിൽ ഇന്ന വർക്കൗട്ട് ചെയ്ത് ഇന്ന സാധനങ്ങൾക്ക് പെട്ടെന്ന് ഗ്രോത്ത് ഉണ്ടാവാൻ സാധ്യതയുണ്ടോ എന്നുള്ള ഭയങ്കര ഡൗട്ടായിരിക്കും. ബേസിക്കലി ഇത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ നോക്കുക, എല്ലാ മൂവ്മെന്റ്സ് ഒക്കെ ഏറെക്കുറെ സെയിം ആയിരിക്കും. നിങ്ങളൊരു ഡംബിൾ ഫ്ലൈസ് ചെയ്യാന്ന് വിചാരിക്കുക, ആ സെയിം മൂവ്മെന്റ് തന്നെയാണ് നിങ്ങൾ വേറൊരു ഡയറക്ഷനിൽ നിങ്ങൾ ഫ്ലൈ ചെയ്യുന്നത്. ഇപ്പോൾ കേബിൾ ഫ്ലൈസ് ചെയ്യുമ്പോൾ ഇത് തന്നെയാണ് വരുന്നത്. സോ
വർക്കൗട്ട് ചെറിയ ചെറിയ മൂവ്മെന്റ്സ് വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഞാൻ ആദ്യമേ പറഞ്ഞു, നിങ്ങളൊരു ഒത്തിരി വർക്കൗട്ടിലല്ല കാര്യം ഇരിക്കുന്നത്. ഒരുപാട് വർക്കൗട്ട് ചെയ്യുന്നതിലല്ല മസിൽ ബിൽഡ് ചെയ്യുന്നത്. നിങ്ങൾ പ്രോപ്പറായിട്ടൊരു വർക്കൗട്ട് ആണ് നിങ്ങൾ ചൂസ് ചെയ്യുക. അതൊരു 3 മാസം 4 മാസം അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് നിങ്ങൾ അതിൽ മാസ്റ്റർ ആവാൻ നോക്കുക. സോ ഒബ്വിയസ്ലി നിങ്ങൾക്ക് നല്ലൊരു ചേഞ്ചസ് ഉണ്ടാക്കാൻ പറ്റും. അതിൻ്റെ ഒപ്പം നിങ്ങളുടെ ഡയറ്റാണ് മെയിൻ, ബാക്കിയൊക്കെ സെക്കൻഡറി ആണ്. സോ സെക്കൻഡ് തിങ് പുള്ളി ചോദിച്ചത് ന്യൂട്രീഷനുമായി ബന്ധപ്പെട്ട കാര്യമാണ്. സോ ഒബ്വിയസ്ലി അതൊരു മെയിൻ പോയിന്റ് ആണ്. ന്യൂട്രീഷനാണ് എൻ്റെ പോയിന്റ് ഓഫ് വ്യൂല് ഇവിടെ നിൽക്കുന്നത്. സോ ന്യൂട്രീഷൻ ഇല്ലാണ്ട് നമ്മൾ എത്രത്തോളം വർക്കൗട്ട് ചെയ്തിട്ട് ഒരു കാര്യമില്ല, വെറുതെ വേസ്റ്റാണ്. നമ്മൾ പോയി വർക്കൗട്ട് ചെയ്യണു, പട്ടിപ്പണി എടുക്കുന്നു, എന്നിട്ട് പ്രോപ്പറായിട്ട് ഫുഡ് കൊടുത്തില്ലെങ്കിൽ മസിൽ എങ്ങനെ ബിൽഡ് ആവും? നമ്മൾ ഈ വർക്കൗട്ട് ചെയ്യുമ്പോൾ സംഭവിക്കുന്ന മെയിൻ കാര്യം, സിമ്പിൾ കാര്യം എന്ന് പറയുമ്പോൾ നമ്മുടെ മസിലിനെ ടിഷ്യൂസിനെ നമ്മൾ ഇല്ലാണ്ടാക്കണം. അതായത് നമ്മളത് പൊട്ടിക്കുവാണ്. ഞാൻ സിമ്പിളായിട്ടാണ് പറയുന്നത്, അതായത് നമ്മൾ കീറി മുറിക്കുവാണ്. സോ കീറി മുറിക്കുമ്പോഴത്തേനും അതിന് പോയിട്ട് എന്താ പറയുക, പ്രോപ്പറായിട്ടുള്ള പ്രോട്ടീനും കാർബ്സും ഫാറ്റും പോയിട്ട് ആ ഒരു നമ്മൾ വണ്ടിക്ക് പെട്രോൾ അടിക്കുന്ന പോലെയാണ്, ഫ്യൂൽ അടിച്ച് കൊടുക്കുകയാണ്. പ്രോപ്പർ ഫ്യൂൽ അടിക്കാണ്ട് എങ്ങനെയാണ് ഇത് റിപ്പയർ ആവുന്നത്? സോ പലരും ചെയ്യാത്തതാണ്. പലരായിട്ടുള്ള ഒരു ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇല്ലാത്തതുകൊണ്ടായിരിക്കാം പലരും ചെയ്യാത്തത്. ബട്ട് അവർ തന്നെ ചിലപ്പോൾ വൈകുന്നേരം ഫ്രണ്ട്സിൻ്റെ ഒപ്പം പോയിട്ട് എന്താ പറയുക, അൺഹെൽത്തി ഫുഡ് കഴിക്കുന്നവരുണ്ടായിരിക്കാം. സോ ആ ഒരു പൈസ നിങ്ങൾക്ക് മാറ്റി വയ്ക്കാൻ പറ്റുവാണ്. നിങ്ങൾക്ക് ജിമ്മ് കുറച്ചുകൂടി താല്പര്യമുണ്ട്, ബോഡി ബിൽഡിങ് താല്പര്യമുണ്ട്, അങ്ങനെയൊക്കെ നിങ്ങളുടെ പൈസ സേവ് ചെയ്യുന്നത് നല്ലതായിരിക്കും. മനസ്സിലായില്ലേ? എന്നിട്ട് പ്രോട്ടീൻ ഇൻടേക്ക് എപ്പോഴും കറക്റ്റാക്കാൻ നോക്കുക. പ്രോട്ടീനെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കാർബ്സും ഫാറ്റും ഒക്കെ. നിങ്ങളുടെ മാക്രോസ് നിങ്ങൾ എപ്പോഴും ഫുൾഫിൽ ചെയ്യാൻ നോക്കുക. അറൗണ്ട് ബോഡി വെയിറ്റിൻ്റെ ഒരു 1.2 ഒരു 2 ഗ്രാം ഓഫ് നമ്മുടെ ബോഡി വെയിറ്റിനനുസരിച്ച് നമുക്ക് പ്രോട്ടീൻ നമുക്ക് ഫുൾഫിൽ ചെയ്ത് കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെ കാർബ്സ് ആണെങ്കിൽ അറൗണ്ട് 4 to 6 ഗ്രാം നമ്മുടെ ബോഡി വെയിറ്റിനനുസരിച്ച് നമ്മൾ കാർബ്സ് കൊടുക്കേണ്ടി വരും. ഫാറ്റ് ആണെങ്കിൽ 0.8 to 1 ഗ്രാം നമ്മുടെ ബോഡി വെയിറ്റിനനുസരിച്ച് നമ്മൾ ഫാറ്റ് സെർവ് ചെയ്യേണ്ടി വരും. സോ ഇതൊരു ബേസിക് കാര്യമാണ് ഞാൻ പറയുന്നത്. ഇതിൽ പലരുടെ ബോഡി ടൈപ്പും ഹൈറ്റൊക്കെ വെച്ച് വ്യത്യാസം ഉണ്ടായിരിക്കും. വേറെ സംഭവം കാണിച്ചിട്ട്, കോമ്പറ്റീഷന് വേണ്ടി പ്രിപ്പ് ചെയ്തിട്ട് ഉള്ളവരെല്ലാവരും ഫേസ് ചെയ്യുന്നൊരു സംഭവമാണ്. അവർക്ക് ഉണ്ടായിരുന്ന അവരുടെ പാൻസും അല്ലെങ്കിൽ ഷർട്ടൊക്കെ ലൂസായിരിക്കും. ഇത്രയും വീതിയുണ്ട് എനിക്കിപ്പോൾ, ഇതൊക്കെ എനിക്ക് ടൈറ്റ് ആയിരുന്നു, ഭയങ്കര ലൂസായി. ഇതുവരെയും എൻ്റെ ആപ്സൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആപ്സ് ഒന്നും വിസിബിൾ അല്ല. ഞാൻ എന്തായാലും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകാൻ വേണ്ടി പോയി. ഇനിയിപ്പോൾ ഡയറ്റും വർക്കൗട്ടും നമ്മൾ റഷ് ചെയ്ത് കൊടുത്തൊരു കാര്യമൊന്നുമില്ല. നമ്മൾ പഥ്യം അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോവാണ്. അപ്പോൾ അങ്ങനെ ഫിസിക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് നമ്മൾ വിഷയത്തിൽ തെന്നി മാറിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നിരുന്നത് ഈ മാക്രോസ് പോലെ ഹൈഡ്രേഷനും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് കൊടുക്കണം. നിങ്ങളുടെ വാട്ടർ ഇൻടേക്ക് നിങ്ങൾ അറൗണ്ട് ഒരു 3 to 4 ലിറ്റർ നിങ്ങൾ കൺസ്യൂം ചെയ്യാൻ നോക്കുക. ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും വലിയതായിട്ടില്ലാത്തൊരു നോർമൽ പേഴ്സൺ ആണെങ്കിൽ നിങ്ങൾ അറൗണ്ട് ഒരു 3 to 4 ലിറ്റർ ഹൈഡ്രേഷൻ നിങ്ങൾ ഉറപ്പ് വരുത്തണം. സോ അതും നമ്മുടെ ന്യൂട്രീഷൻ്റെ ഭാഗമാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നിങ്ങൾ മസിൽ ബിൽഡിങ് നോക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ എപ്പോഴും വെയിറ്റ് ട്രെയിനിങ്ങിന് ഫോക്കസ് കൊടുക്കുക. അതായത് കമ്പയർ ടു കാർഡിയോ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ വെയിറ്റ് ട്രെയിനിങ് ഇമ്പോർട്ടൻസ് കൊടുക്കുക. നിങ്ങൾ ഷ്രെഡ് ചെയ്യുക, അതായത് നിങ്ങൾ അത്യാവശ്യം വെയിറ്റ് ഗെയിൻ ആയി, നിങ്ങൾക്ക് അത്യാവശ്യം ഒരു ഫ്രെയിമായി, നിങ്ങൾ കുറച്ച് ഷ്രെഡഡ് ആവണം, അല്ലെങ്കിൽ വെയിറ്റ് ഒന്ന് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ സൂപ്പർ സെറ്റ് ഒക്കെ നിങ്ങളുടെ വർക്കൗട്ടിൽ ഇൻക്ലൂഡ് ചെയ്യാൻ നല്ലത്. അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ എന്താ പറയുക, ഒരു ലെഗ് എക്സ്റ്റൻഷൻ ചെയ്യുവാണെങ്കിൽ അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങളുടെ ഓപ്പോസിറ്റ് മസിൽസ് ആയുള്ള ഈ ഹാംസ്ട്രിങ്ങിനെ നിങ്ങൾ ഫോക്കസ് ചെയ്തിട്ട് നിങ്ങൾ സൂപ്പർ സെറ്റ് പോലെ നിങ്ങളുടെ വർക്കൗട്ട് സ്കെഡ്യൂൾ ചെയ്യുകയാണെങ്കിൽ അത് നല്ലതായിരിക്കും. നിങ്ങളപ്പോൾ എന്താ സംഭവിക്കുന്നത്, അവിടെ നിങ്ങൾ അറ്റ് എ ടൈമിൽ 2 മസിൽസിനെ ടാർഗറ്റ് ചെയ്യണം, 2 മസിൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്യണം. അപ്പോൾ അത് നിങ്ങളുടെ കുറച്ചും കൂടി ഷ്രെഡഡ് ആവാനായിട്ടാണെങ്കിലും ആ സ്ട്രേഷൻസ് കൂടി വിസിബിൾ ആകാനായിട്ട് സൂപ്പർ സെറ്റ് നിങ്ങളുടെ ഷ്രെഡിങ് ടൈമിൽ ആഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ഉറപ്പ് വരുത്തേണ്ട ഒരു കാര്യമാണ്, നിങ്ങളൊരു വെയിറ്റ് ഗെയിനിങ് പ്രോസസ്സിലാണെങ്കിൽ നിങ്ങളുടെ കാലറി സർപ്ലസിലാണെന്നുള്ള കാര്യം നിങ്ങൾ എപ്പോഴും ഉറപ്പ് വരുത്തണം. നിങ്ങളൊരു ഡെഫിസിറ്റിലാണ്, അല്ലെങ്കിൽ നിങ്ങൾ വെയിറ്റ് കുറയ്ക്കാനാണ് പോകണമെങ്കിൽ നിങ്ങൾ എപ്പോഴും ഡെഫിസിറ്റ്, അതായത് കാലറി ഡെഫിസിറ്റിലായിരിക്കണം നിങ്ങൾ എപ്പോഴും ഉറപ്പ് വരുത്തേണ്ടത്. ഇതിൽ രണ്ടിലും അല്ലെങ്കിൽ നിങ്ങൾ അറൗണ്ട് വരാൻ പോകുന്നത് മെയിൻറ്റെയിൻ ചെയ്യാനില്ല. വെയിറ്റ് കൂട്ടാനാണെങ്കിൽ ഒരു 300 to 400 അല്ലെങ്കിൽ 300 to 500 സർപ്ലസിലും, നിങ്ങൾ വെയിറ്റ് കുറയ്ക്കാനാണെങ്കിൽ ഷ്രെഡ് ചെയ്യാനാണെങ്കിൽ നിങ്ങളൊരു 300 to 500 എന്താ പറയുക ആ റേഞ്ചിൽ നിങ്ങളുടെ കാലറി ഡെഫിസിറ്റ് ചെയ്യേണ്ടതായിരിക്കും. ബ്രോ ചോദിച്ചതിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ കവർ ചെയ്തിട്ടുണ്ട്. സോ ഇത് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് പറയുന്നത്, ആൾക്ക് വേണ്ടിയിട്ട് മാത്രമല്ല. സോ എന്നെ കേൾക്കുന്ന ബിഗിനേഴ്സ് ആയിട്ടുള്ള എല്ലാവർക്കും കൂടി വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ആൻഡ് റിക്കവറി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങൾ ഈ പട്ടിയെ പോലെ പോയി പണിയെടുത്തിട്ട് നിങ്ങൾ പ്രോപ്പറായിട്ട് റിക്കവറി ടൈം കൊടുത്തില്ലെങ്കിൽ മസിൽ ബിൽഡ് ആവില്ല. ന്യൂട്രീഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ മസിൽ ബിൽഡ് ആവില്ല. അപ്പോൾ നിങ്ങളൊരു റിക്കവറി ടൈം എപ്പോഴും നിങ്ങൾ അഷ്യൂർ ചെയ്യുക. നിങ്ങൾ എന്താ പറയുക, എല്ലാ ദിവസവും പോയി സെയിം മൂവ്മെൻറ്റ് അടിച്ചിട്ട് ഒരു കാര്യമില്ല. നിങ്ങളിപ്പോൾ ചെസ്റ്റിന് അടിക്കുകയാണെങ്കിൽ 48 hours റെസ്റ്റ് അതിന് കൊടുക്കുക, എന്നിട്ട് വീണ്ടും ഒന്ന് ചെസ്റ്റ് അടിക്കുക. അപ്പോൾ ഇനി 48 hour ആയിട്ട് നിങ്ങൾക്ക് റിക്കവർ ആയിട്ടില്ല എന്ന് ഫീൽ ചെയ്യുവാണെങ്കിൽ ഓക്കെ, കൊടുക്കുക, ടൈം കൊടുക്കുക. എന്തിനാണ് റഷ് ചെയ്യണത്? അതിന് പ്രോപ്പർ റെസ്റ്റ് കൊടുത്തിട്ട് നിങ്ങൾ അടിക്കുക. സോ അതിൽ നിങ്ങളുടെ സ്പിറ്റ് എന്തെങ്കിലും ചേഞ്ച് വന്നാൽ നെക്സ്റ്റ് ടൈമിൽ അത് കോമ്പൻസേറ്റ് ചെയ്യാൻ നോക്കാം. സോ അങ്ങനെ
വർക്കൗട്ട് സ്കെഡ്യൂൾ ചെയ്യുക. റിക്കവറി കംപ്ലീറ്റ്ലി മാൻഡേറ്ററി ആണ് ഈ കാര്യത്തിൽ. അപ്പോൾ നമ്മൾ അവസാനിപ്പിക്കാൻ വേണ്ടി പോവാണ്. ഒരു ക്വസ്റ്റ്യൻ കൂടി ആൾ ചോദിച്ചിട്ടുണ്ട്, പുള്ളി ഡൈജഷൻ പ്രോബ്ലം വന്നിട്ടുണ്ട്. ആൾ പറഞ്ഞു ആളുടെ ന്യൂട്രീഷൻ ഇപ്പോഴാണ് പ്രോപ്പർ ആയെന്ന്. ബട്ട് ഒബ്വിയസ്ലി നമ്മൾ പെട്ടെന്നൊരു പ്രോട്ടീൻ ഇൻടേക്ക് കൂടുമ്പോഴത്തേനും നമുക്ക് അത് ഡൈജസ്റ്റ് ആവാനുള്ള പാട് എന്തായാലും വരും. അത് അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മളപ്പോൾ കുറച്ചുകൂടി പ്രോബയോട്ടിക് ആയിട്ടുള്ള ഫുഡ് ആഡ് ചെയ്യുക. അതായത് ഈ കേട്, അതുപോലെ തന്നെ യാക്കുൾട്ട് എന്ന് പറയുന്ന ഐറ്റംസ്. ആൻഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ പൈനാപ്പിൾ ആഡ് ചെയ്യാം. നമ്മൾ ഈ ബിരിയാണിക്കകത്തൊക്കെ പൈനാപ്പിൾ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഡൈജഷൻ കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് നടക്കാനുള്ള പരിപാടി കൊണ്ടിട്ടാണ് ഈ പൈനാപ്പിൾ ഫ്ലേവറിന് വേണ്ടിയിട്ട് മാത്രമല്ല ഈ ഡൈജഷൻ അത്യാവശ്യം അടിപൊളിയാക്കാനായിട്ടാണ് ഈ ബിരിയാണിക്കകത്ത് വരെ നമ്മൾ ഈ പൈനാപ്പിൾസ് ഒക്കെ ആഡ് ചെയ്യുന്നത്. എൻ്റെ പ്രെപ്പ് ടൈമിൽ എനിക്ക് ഡൈജഷൻ പ്രോബ്ലം വന്നിട്ടുണ്ടായിരുന്നു. അതായത് എൻ്റെ ഫസ്റ്റ് ടൈമിൽ എനിക്ക് 180 ഗ്രാം പ്രോട്ടീനാണ് എൻ്റെ കോച്ച് എനിക്ക് കിട്ടുന്നത്. സോ അത് എനിക്ക് ഡൈജഷൻ പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ആളത് 150 ആയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും 120 ആയിട്ട് കുറച്ചു. സോ എനിക്ക് പൈനാപ്പിൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, എനിക്ക് ഗ്രീക്ക് യോഗട്ട് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, സോ കേട് ഉണ്ടായിരുന്നു. ആൻഡ് അതുപോലെ തന്നെ യാക്കുൾട്ട് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതൊരു പ്രോബയോട്ടിക് ഫുഡാണ്. ഞാൻ അതിൻ്റെ ഫോട്ടോ കാണിച്ചു തരാം. സോ അത് നിങ്ങൾക്ക് നല്ലതാണ്. അത് നിങ്ങൾക്ക് കുറച്ചുകൂടി ഗഡ് ഹെൽത്തെ കുറച്ചുകൂടി അടിപൊളിയാക്കാൻ നല്ലതായിരിക്കും. ഈ പൈനാപ്പിളിൽ ഒരു എൻസൈം ഉണ്ട്. സോ അതാണ് ഈ ഡൈജഷനെ കുറച്ചും കൂടി ബൂസ്റ്റ് ചെയ്യുക. അതിൻ്റെ പേര് ബ്രോമലൈൻ എന്നാണ്. പ്രൊണൗൺസിയേഷൻ കറക്റ്റ് ആണെന്ന് എനിക്കറിയില്ല. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക. പൈനാപ്പിളിൽ ഫൈബറും വാട്ടറൊക്കെ കുറച്ചും കൂടി നിങ്ങളുടെ ഡൈജഷനും കോൺസ്റ്റിപ്പേഷനൊക്കെ വരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പൈനാപ്പിളിനകത്ത് വൈറ്റമിൻ സി ഉണ്ട്, പൊട്ടാസ്യം ഉണ്ട്. സോ അങ്ങനെ കുറേ വൈറ്റമിൻസ് ഉണ്ട്. അത് നിങ്ങൾക്ക് കുറച്ചും കൂടി ഡൈജഷനൊക്കെ ഹെൽപ്പ് ചെയ്യും. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഡെഫിനറ്റ്ലി കോച്ച് ഇല്ലാണ്ട് നമുക്ക് അത്യാവശ്യം നല്ലൊരു ഫിസിക്കിലേക്ക് എത്താൻ പറ്റും. അതിൻ്റെ എക്സാമ്പിൾ ഞാൻ തന്നെയാണ്. എൻ്റെ ഇനീഷ്യൽ ടൈമിൽ ഞാൻ നല്ലൊരു ഫിസിക്ക് ഒരു കോച്ചും ഇല്ലാണ്ട് ഞാൻ അച്ചീവ് ചെയ്തിട്ടുണ്ട്. ഞാൻ കോമ്പറ്റീഷൻ വന്നപ്പോൾ എനിക്കൊരു കോച്ച് അനിവാര്യമായിരുന്നു. സോ എനിക്ക് അതിൻ്റെതായ നോളജ് ഉണ്ട്. എനിക്കൊരു കോമ്പറ്റീഷൻ പ്രോട്ടോകോൾസ് കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. നിങ്ങൾക്കൊരു എയിം ഉണ്ട്. ആ എയിമിലേക്ക് ഒരു കോച്ച് അനിവാര്യമാണെന്ന് തോന്നുവാണെങ്കിൽ മാത്രം നിങ്ങൾ കോച്ചിനെ ഹയർ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ മാക്സിമം ജനറൽ ട്രെയിനിങ് യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുക. സോ അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ പറയാൻ പറ്റിയെന്നില്ലായിരുന്നു. അപ്പോൾ കുറച്ചുകൂടി നല്ല വീഡിയോസായിട്ട് ഫ്യൂച്ചറിൽ കാണാമെന്നുള്ള പ്രതീക്ഷയിൽ